ഭർത്താവ് ഭാര്യേനെ ഒരുക്കുന്നു, ഭാര്യ ഭർത്താവിനെ ഒരുക്കുന്നു. ഇവരുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി ഒരാൾ വന്നതുകൊണ്ട് നമുക്ക് റൂമൊക്കെ വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. പുതിയ റൂമൊക്കെ പരതേണ്ടി വന്നു. അത്രയും ഫുള്ളാണ് റൂം, ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പം നമ്മൾ ഇത്രയും നാൾ പെട്ടിയും വലിച്ച് വരിയായിട്ട് നമ്മൾ നേരെ പോയി അലങ്കാറിലേക്കാണ്. അവിടെ നിന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എല്ലാവരും നൈസായിട്ടും ചപ്പാത്തിയും വട മസാല ദോശ അങ്ങനെയൊക്കെ നൈസായിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് പുതിയ റൂമിലേക്കാണ്. അതെ, കോഹിനൂർ കോഹിനൂർ ഇൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നല്ലൊരു ഹോട്ടലായിരുന്നു. പിന്നെ അവർ തന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ട് കോഹിനൂർ എന്ന് പറഞ്ഞിട്ട്, അവിടത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ എബണ്ടൻ ഓഫ് കളക്ഷൻസ് ഉണ്ട്. ബണ്ടിൽസ് ആയിട്ടുണ്ട്, ലൂസ് ആയിട്ടുണ്ട്. അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ആദ്യം വാച്ചിയും കീത്തും പിങ്കിയൊക്കെ ഇരുന്ന് വട്ടത്തിലിരുന്നിട്ട് കുറേ പരുതും പിടിക്കുകയെല്ലാം ചെയ്ത് അങ്ങനെ കുറേ സമയം പരിചയപ്പോഴത്തേക്കും പിന്നെ ശ്രീകുട്ടൻ ഇറങ്ങി എല്ലാം ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യുന്നു. ശ്രീകുട്ടൻ്റെ ഒരു കളി. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നേരെ വിട്ടത് ജനതാ മാർക്കറ്റിലേക്കാണ്. സൂറത്തിൻ്റെ തെരുവുകളിലൂടെ പകലിലൊരു ചൂടൻ യാത്ര. നല്ല ചൂടായിരുന്നു. അപ്പോൾ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഷോപ്പിൽ കയറി. അപ്പോൾ ഇവിടെ കുറേ ഷെയ്ക്കുകളുണ്ട്. പക്ഷേ ബദാം മിൽക്ക്, പിന്നെ പിസ്ത, അങ്ങനെ കുറേ ഷെയ്ക്കുകളുണ്ട്. ഞാൻ നല്ലൊരു ബദാം ഷേക്ക് മേടിച്ചു. ബദാം ഷേക്ക് എന്ന് പറഞ്ഞാൽ ബദാം മിൽക്ക്. അപ്പോൾ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ്. നാട്ടിലത്തെ അതേ സെയിം ടേസ്റ്റ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ ഇതായിരുന്നു ജനതാ മാർക്കറ്റ്. ഈ മൊബൈൽ ഷോപ്പുകളിലും ആക്സസറീസിനും മാത്രമുള്ള ഭയങ്കര എബണ്ടൻ ഓഫ് മാർക്കറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ട്രൈപോഡ്, ഒരു ഗിംബൽ, ഒരു മൈക്ക് ഞാൻ പർച്ചേസ് ചെയ്തത്. അത് നല്ലൊരു പ്രൈസിന് എനിക്ക് പിങ്കി ഒപ്പിച്ചു തന്നു. പിന്നെ കുറച്ചും കൂടി നടന്നപ്പോൾ ഇത് ഒരു മലങ്കൾട്ട് സാധനമായിരുന്നു. ഇത് ആര് ജീപ്പാണെന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. പക്ഷേ സൂപ്പർ ബിൽഡായിരുന്നു. പക്ഷേ അത് മൂല കെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ട്രാക്ടർ ടയർ പോലത്തെ സാധനം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ടോയ് ഷോപ്പിൽ കയറി പിള്ളേർക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങണം, എന്നാലേ പൈസ കുറയും. നല്ല കളക്ഷൻ ഉണ്ട്. ഇനി ഇവർ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ റീറ്റെയിൽ പ്രൈസിന് കുറച്ച് അടിയെല്ലാം കൂടി അങ്ങനെ വാങ്ങി. പിന്നെ വീണ്ടും ഇന്നലെ പോയ ചോട്ടാ ബസാറിലെത്തി. അവിടെ ചീക്കുട്ടൻ സാധനങ്ങൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു. കാരണം അവന് ഷൂ വരാൻ മടിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം പർച്ചേസ് ചെയ്ത് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും ഓട്ടോയിൽ കയറി തിരിച്ച് റൂമിലേക്ക് പോയി. എൻ്റെ പൊന്നോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നു. കാരണം വെയിലും എല്ലാം കൊണ്ട് നല്ലോണം ക്ഷീണിച്ച് എല്ലാവരും ഓട്ടോയിൽ അട്ടിക്കിട്ടിട്ട് പോവായിരുന്നു. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു രസമായിരുന്നു, ഒരു ത്രില്ലായിരുന്നു. രാത്രി ഇങ്ങനെ പോകുമ്പം ഭയങ്കര ബ്ലോക്കാണ്. അതിലൂട്ടിയെല്ലോ വണ്ടി വരുന്നുണ്ട്. ഒന്നും തിരിയില്ല. കയ്യോ തലയോ പുറത്തിട്ടെൻ്റെ അതും കൊണ്ടുപോകും. അങ്ങനെ അവസാനം വീണ്ടും നമ്മൾ അലങ്കാറിലെത്തി. നൈറ്റ് നല്ല ചപ്പാത്തി മേടിച്ചു. അവിടുത്തെ ഉള്ളിക്കെല്ലാം എന്താ ടേസ്റ്റ് എന്നറിയോ വിശക്കുമ്പോൾ. പിന്നെ അവിടെ നിന്ന് നടന്ന് ചെറിയൊരു മഴ അടിച്ചായിരുന്നു. മഴ നല്ല നൈസായിട്ട് എങ്ങനെയെല്ലാം എസ്കേപ്പ് ചെയ്തിട്ട് അവസാനം നമ്മൾ പുതിയ റൂമിലെത്തി. രാവിലെ ബുക്ക് ചെയ്തിട്ടിട്ട് പിന്നെ ഇപ്പം റൂമിലേക്ക് കയറുന്നത്. പിന്നെ റൂമിലേക്ക് വന്ന് എല്ലാവരും ക്ഷീണം നിർത്തി. ഇന്നൊരു ദിവസം മാത്രമേ ഈ റൂമിൽ സ്റ്റേ ഉള്ളൂ. നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് രാവിലെ പോകും. നല്ലൊരു റൂമായിരുന്നു ലാസ്റ്റായിട്ട്. പിന്നെ ആസ് യൂഷ്വൽ ബംഗാളികൾ പോലെ പാക്ക് ചെയ്യാൻ